ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനം നടന്ന വർഷമാണ്. ക്രിസ്ത്യാനികളെല്ലാം ഇത് അറിഞ്ഞോണം. കേരളത്തിലെ സിസ്റ്റമല്ല, ഉത്തരേന്ത്യയിൽ ഒത്തിരി ദൈവദാസൻ. നിങ്ങൾക്കറിയോ ബീഹാറിൽ ഉപദ്രവിക്കപ്പെട്ട സണ്ണി എന്നു പേരുള്ളൊരു ദൈവദാസനെ നിങ്ങൾക്കറിയുമോ? വർഷങ്ങൾ ബീഹാറിൽ സുവിശേഷ വേല ചെയ്തൊരു ദൈവദാസൻ കുടുംബം ശുശ്രൂഷ കഴിഞ്ഞ് ബൈക്കിൽ വരുമ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് ചേർന്ന് തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു. തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ അവർ തലങ്ങും വിലങ്ങും തല്ലി. 3/4 കിലോമീറ്റർ തല്ലി അവർ ഓടിച്ചു. അടികൊണ്ട് താൻ അവശനായിപ്പോയി. അടികൊള്ളുമ്പം ഭാര്യ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് വട്ടം പിടിച്ച് കൈകൂപ്പി അടിക്കല്ലേ എന്ന് ആജ്ഞാപിക്കുമ്പോൾ അവർ ആ സ്ത്രീയെ ഉപദ്രവിച്ചു. ഇതാ നമ്മുടെ ഭാരതം, മറന്നു പോകരുത്. ഛത്തീസ്ഗഡിൻ്റെ ഗ്രാമത്തിൽ കർത്തൃവേലയിലായിരുന്നൊരു മലയാളി ദൈവദാസൻ അർദ്ധരാത്രി ഒരു ടെലിഫോൺ കോൾ തനിക്ക് വന്നു. പാസ്റ്റർ, ഞാൻ ഇന്ന ഗ്രാമത്തിൽ നിന്ന് വിളിക്കുന്ന വിശ്വാസിയാ, ഹിന്ദിയിൽ പറഞ്ഞു. ചോദിച്ചു, എന്ത് പറ്റി ഈ രാത്രി? എനിക്ക് ശാരീരികമായിട്ട് തീർത്ത് വയ്യ, പാസ്റ്റർ എൻ്റെ അടുക്കൽ വരുമോ ഒന്ന് പ്രാർത്ഥിക്കാൻ? ഞാൻ വരാം എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് ഭാര്യയും മക്കളും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു പാസ്റ്റർ റെഡിയായി സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പം ഭാര്യ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ട് പോവുക? ഇന്ന ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസി വിളിച്ചു, വയ്യ, പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാനും വരട്ടെ. പറഞ്ഞു, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. സൈക്കിൾ ചവിട്ടി നേരെ ചെന്നൊരു തോടുണ്ട്. ആ തോടിൻ്റെ കുറുകെ ഒരു ഒറ്റ തടി കുറുകെ ഇട്ടിരിക്കുന്നു പാലം. സൈക്കിൾ ഇപ്പുറ വെച്ചിട്ട് നടന്ന് അക്കരെ എത്തി ഗ്രാമത്തിൽ കയറി. പോയ ഭർത്താവ് രാവിലെ വന്നില്ല, ഉച്ചയായിട്ടും വന്നില്ല. തപ്പി ഇറങ്ങിയ ഭാര്യ ഈ തടിപ്പാലത്തിൻ്റെ ഇപ്പുറത്ത് ചെന്നപ്പോൾ സൈക്കിൾ അവിടെ ഇരിക്കുന്നു. മനസ്സിലായി ആ ഗ്രാമത്തിലുണ്ട്. നേരെ അവിടെ ചെന്ന് വിശ്വാസികളോട് ചോദിച്ചു, പാസ്റ്റർജി ഇവിടെ വന്നു, രാത്രി അർദ്ധരാത്രി കോള് വന്നല്ലോ, ആരാ വയ്യാതെ കിടന്നേ? പാസ്റ്റർജിയെ കണ്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഇവിടെ ആരും വയ്യാതിരിക്കുന്നില്ല, എല്ലാവരും ഓക്കെയാണ്. അയ്യോ, അപ്പോൾ പാസ്റ്ററിനെ വിളിച്ചത്? അതെ, ഒരു വിശ്വാസിയുടെ പേര് പറഞ്ഞ് ശബ്ദം മാറ്റി ജയ്മസിയൊക്കെ പറഞ്ഞ് വേഷം മാറി വിളിച്ച ഒരു പൈശാചിക മനുഷ്യൻ വിളിച്ചു വരുത്തി. എതിലേ പോയെന്നറിയില്ല. അലഞ്ഞലഞ്ഞ് നടന്നിട്ട് കാണാതെ ഭാര്യയും കുഞ്ഞുങ്ങളും അലറിക്കരയുമ്പോൾ ഒരു ദിവസം ഈ തടിപ്പാലത്തിൻ്റെ മുകളിൽ കൂടി ഭാര്യ വരുമ്പം താഴെക്കൂടെ ഒരു ജഡം ഒഴുകിപ്പോകുന്നു. ചാടി ഇറങ്ങി തിരിച്ചിട്ട് നോക്കിയപ്പോൾ സ്വന്തം ഭർത്താവാണ് ഒഴുകിപ്പോയത്. ഇതാണ് നമ്മുടെ ഭാരതം. ദയവ് ചെയ്ത് ക്രിസ്ത്യാനി ഇത് മറക്കരുത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇന്ത്യയിലെ ഉപദ്രവങ്ങളെ ഉണർവ് കീഴടക്കാൻ പോകുകയാ. ദൈവമക്കളോട് അല്പസമയം ദൈവവചനം പങ്കുവെക്കുവാൻ വേണ്ടി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധ തിരുവെഴുത്ത് ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ വേണ്ടി പരസ്യമായി വായിച്ച് കേൾപ്പിച്ചാലും 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ദയവായി പരസ്യമായി വായിക്കാമല്ലോ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴുക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അടുത്തത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അടുത്തത്, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ആ പദങ്ങൾക്കകത്ത് നമ്മൾ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തുതിക്കാം കർത്താവിനെ. ആമേൻ. ക്രിസ്ത്യാനിറ്റിയുടെ രണ്ടാമത്തെ ഫൗണ്ടർ, സെക്കൻഡ് ഫൗണ്ടർ എന്ന അപരനാമത്തിൽ ചരിത്രത്താളുകളിൽ അറിയപ്പെടുന്ന ഒരു വലിയ ക്രിസ്തു ഭക്തനാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ക്രിസ്ത്യാനിത്വത്തിൻ്റെ സെക്കൻഡ് ഫൗണ്ടർ എന്ന അപരനാമത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു ദൈവമനുഷ്യൻ. ക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ ഇതുപോലെ കഷ്ടമനുഭവിച്ച മറ്റൊരു അപ്പോസ്തലൻ ഈ പുസ്തകത്താളുകളിലില്ല. അതുപോലെ ഒരായുസ് മുഴുവൻ ഓടിത്തികച്ച ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നൊരു പദമാണ് വായിച്ചത്, ഞാൻ ഓട്ടം തികച്ചു.
റോമലേഖനം 15-ാം അധ്യായത്തിൻ്റെ ഭാഷ്യം വെച്ച് പറയുകയാണെങ്കിൽ യെരൂശലേം മുതൽ ഇല്ലിരിക്കം ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം പൂർത്തീകരിച്ച ഒരു അപ്പോസ്തലൻ. ദൈവസഭകളെ ഉപദ്രവിച്ച് മുന്നേറിയ ഒരു മനുഷ്യനെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. യെരൂശലേം സഭകളെ താൻ മുടിച്ചു കളഞ്ഞു എന്ന് 9-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പെർസിക്യൂഷൻ്റെ ലീഡറായിരുന്നു ഞാൻ ഈ പറയുന്ന ബെന്യാമിൻ ഗോത്രത്തിലെ ചെന്നായി. പക്ഷേ ഒരു ദിവസം താൻ ദമസ്കോസിലെ സഭകളെ മുടിക്കാൻ വേണ്ടി പോയപ്പോൾ സാക്ഷാൽ കുഞ്ഞാടായവൻ വഴിയിൽ തനിക്കെതിരെ പ്രത്യക്ഷമായി. എങ്ങനെ വന്നെന്നറിയാമോ? നട്ടുച്ച വെയിലത്ത് ആ സൂര്യനെ വെല്ലുന്ന വെട്ടവുമായി കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുകയാ. ഉലകത്തിൽ ചെന്നായിയെ ജയിച്ചൊരു കുഞ്ഞാടുണ്ടെങ്കിൽ അവൻ ഇന്ന് രാത്രി ഇവിടെ വാഹനമേറി വന്നിട്ടുണ്ട്. അവൻ്റെ പേരാ നസ്രായനായ യേശു. അന്ന് നടന്ന സംഭവം ഇന്ത്യയിൽ ആവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? അന്ന് നടന്ന സംഭവം വീണ്ടും ആവർത്തിക്കാൻ പോകുകയാണ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിയെ ഉപദ്രവിച്ച് മുന്നേറുന്ന ചില പെർസിക്യൂഷൻ ലീഡേഴ്സിന് എതിരെ വെളിച്ചമായി ഒരുവൻ കടന്നു വരുമെന്ന് ഉറപ്പിച്ച ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദമസ്കോസിൽ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. താങ്ക് യു ലോർഡ്. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ച് ശബ്ദം ഉയരട്ടെ. മാക്സിമം ശബ്ദം ഉയർത്തി അന്യഭാഷകളിൽ ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ലാബ്രബോഘോഷി ആംദലയ ബൗഷമസ്ത മഹദൽ ഖമരഗ ബബ ആംദലയ മൗഷ്യാൻധാലയ ബോരമസറൻ ചാസ്തിബി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവസഭകളെ ഉപദ്രവിച്ച് മുന്നേറിയ ശൗൽ എന്ന് പറയുന്നൊരു ചെന്നായിയെ 9-ാം അധ്യായത്തിൽ കർത്താവ് തൊടുകയാണ്. കർത്താവ് തൊട്ടതിന് ശേഷം താൻ യെരൂശലേമിൽ മടങ്ങി വരികയും അപ്പോസ്തല പ്രവൃത്തി 22-ാമത്തെ അധ്യായത്തിൽ താൻ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ദൈവം തൊട്ട ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം 9-ാം അധ്യായത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ താൻ 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ ദമസ്കോസിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്നൊരു ആത്മവിവശതയുണ്ടായി. ആ വിവശതയിൽ ഞാൻ യേശുവിനെ കണ്ടു. യേശു എന്നോട് പറയുകയാ, നീ യെരൂശലേമിൽ പ്രസംഗിക്കണ്ട, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാ, നീ പോക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഒരു ഫാമിലിയെ പ്രാർത്ഥിച്ച് നമ്മൾ ദൂരത്തേക്ക് അയക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ അറിയുക. 1:8 അപ്പോസ്തല പ്രവൃത്തികൾ യേശു പറയുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിച്ചതിന് ശേഷം ജെറുസലേമിൻ്റെ സറൗണ്ടിങ്സിൽ നിങ്ങൾ ജീവിതം തീർക്കുമെന്നല്ല, ശമരിയ, യഹൂദിയ, പിന്നെ അട്ടർമോസ്റ്റ് പ്ലേസസ്, എൻഡ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ അറ്റം വരെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇന്ന് രാത്രി ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് ദൈവമക്കളുടെ ചിലരുടെ വിളി അവർ ഉറപ്പിക്കാൻ പോകുകയാ. എന്തിനു ദൈവം എന്നെ വിളിച്ചു, എന്തിനു വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തു, ഏത് ജനതയ്ക്ക് വേണ്ടിയാ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കൺഫർമേഷൻ പരിശുദ്ധാത്മാവ് തരാൻ പോകുകയാ.
ഈ വാക്യം താൻ എഴുതുന്നത് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ, 4 അധ്യായമുള്ളൊരു കത്ത് താൻ റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് ആലേഖനം ചെയ്യുകയാണ്. ഈ കത്തെഴുതുന്ന സമയം തൻ്റെ കയ്യിൽ ചങ്ങലയുണ്ടോ എനിക്കറിയില്ല. ഉണ്ട് എങ്കിൽ ഉറപ്പാണ് ഈ തിമോത്തിയോസിൻ്റെ 2 തിമോത്തി ലേഖനത്തിന് ആ ചങ്ങലയുടെ ഗന്ധം കാണാം. അല്ല, 6-ാം വാക്യം എഴുതുമ്പോൾ തൻ്റെ ചങ്കിലെ ചോരയുടെ ഗന്ധം ഈ പുസ്തകത്തിന് ആ അധ്യായത്തിനുണ്ട്. കാര്യം, ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്ന് താൻ തൻ്റെ രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ച് മനസ്സോടെ താൻ എഴുതുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നിങ്ങൾ പഠന വിധേയമാക്കാമെങ്കിൽ അവിടെയാണ് ഓട്ടമോടി തികയ്ക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ്റെ ഓട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്ക് നോക്കിയൊന്ന് ആഞ്ഞ് പരമവിളിയുടെ വിരുദിനു വേണ്ടി ലാക്കിലേക്ക് ഓടാൻ വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് കീഴായിക്കോണത്ത് ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്നത്. തിരിച്ചറിയുക, ലാഖിലേക്ക് ഓടുക. ഈ ഭൂമിയിൽ പെന്തക്കോസ്തുകാർ മാത്രമല്ല ജീവിക്കുന്നത്, സകല മനുഷ്യരും ജീവിക്കുന്നുണ്ട്. അവർ കുടുംബമായി ജീവിക്കുന്നു, നമ്മളും കുടുംബമായി ജീവിക്കുന്നു. അവർ മക്കളെ വളർത്തുന്നു, ഞാനും നിങ്ങളും മക്കളെ വളർത്തുന്നു. അവരുടെ തലമുറയ്ക്ക് പഠനം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, നമ്മുടെ തലമുറകളും പഠിക്കുന്നു. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പറഞ്ഞു വരുമ്പോൾ മനുഷ്യരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളും അനുഭവ സമ്പത്തുകളെല്ലാം ഒരുപോലെയാണ്. പക്ഷേ അവരെക്കാൾ ഉപരി നമ്മെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്നറിയാമോ? യേശു നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷം നമുക്കൊരു വിളി കർത്താവ് തന്നിട്ടുണ്ട്. ആ വിളി തിരിച്ചറിയുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് എന്നെയും നിങ്ങളെയും വ്യത്യസ്തരാക്കുന്നത്. ആ വിളി താൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് 13-ാം അധ്യായം മുതൽ തൻ്റെ ഓട്ടം താൻ ഓടി തികയ്ക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിക്ക് 28 അധ്യായമാണ്. നമുക്കറിയാം 2 ഭാഗമായിട്ട് അതിനെ തിരിച്ചാൽ 1 മുതൽ 12 വരെ ഒന്നാമത്തെ ഭാഗം, 13 മുതൽ 28 വരെ രണ്ടാമത്തെ ഭാഗം. 1-ാം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച് ജെറുസലേം ചർച്ചാണ്. 2-ാം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച് അന്ത്യോക്യ ചർച്ചാണ്. 1-ാം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് പത്രോസിൻ്റെ ലീഡർഷിപ്പ് ആണ്. 2-ാം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് പൗലൂസിന്റെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് മീൻസ് ലാഡർഷിപ്പ്. ഞാൻ എപ്പോഴും ടീച്ച് ചെയ്യുമ്പോൾ പറയും, ലീഡർ മീൻസ് ലാഡർ മീൻസ് സീഡി, ഏണി, ഗോവണി. അടുത്ത ഡിസൈപ്പിളിന്, അടുത്ത ശിഷ്യന് ലീഡർ. അടുത്ത തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ കരുത്തുള്ള ലീഡർഷിപ്പ് തിരുവനന്തപുരത്ത് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്ര. കൈവച്ച് ഇരുത്തുന്നതല്ല ലീഡർഷിപ്പ്, കൈവച്ച് എഴുന്നേൽപ്പിക്കുന്നതാ ലീഡർഷിപ്പ്. കമാൻ, ഇന്ന് രാത്രി അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറയ്ക്കൊരു ലാഡറായി നിൽക്കണം. പ്രൈസ് ദ ലോർഡ്. 2-ാം ഭാഗം പൗലൂസിൻ്റെ ലീഡർഷിപ്പാണ്. 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പേരെടുത്ത് പറഞ്ഞ് 2 എണ്ണത്തെ നിയോഗിച്ചയക്കുകയാ. 1 ബർന്നബാസ്, 2 ശൗൽ. 2 പേരെ പേര് ചൊല്ലി വിളിച്ച് വേലയ്ക്ക് കർത്താവ് അയക്കുകയാ. അതുവരെ ശൗല് 9, 10, 11 ചാപ്റ്ററുകളിലൊക്കെ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി. 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ ബർന്നബാസും ശൗലും ശുശ്രൂഷ നിർവഹിച്ചനത്തിൽ വഹിക്കുന്നത്. ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന 2 പേരുടെ പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിങ്ങളെ വേലയ്ക്ക് വേർതിരിക്കുകയാണ്. ഒരു വേലയും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം മൂവ് ചെയ്യുന്ന ഒരാടെ തലയിൽ കൈവച്ചൊരു പ്രവാചകൻ, മോളെ നിന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുകയാ എന്ന് പറയുന്ന ദൂതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിശയോക്തിയൊന്നുമില്ല. പക്ഷെ ഇതുവരെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ്റെ തലയിൽ കൈവച്ച് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി പരിശുദ്ധാത്മാവ് നിങ്ങളെ വേർതിരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ അതിൻ്റെ അകത്ത് അല്പം കൂടി ചിന്തിക്കേണ്ടതായ ഒരു ദൂതുണ്ട്. കാര്യം, ഇതുവരെ ചെയ്തത് നല്ലത്. പ്രൈസ് ഗോഡ്. PG എങ്ങളുടെ ഭാഷ പറഞ്ഞ സബാഷ്. ഞാൻ 30 വർഷം സുവിശേഷ വേലയുടെ ഓട്ടക്കളത്തിൽ 30 വർഷം ഫിനിഷ് ചെയ്തപ്പോൾ PG അങ്കിൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന ഒരു ഡയലോഗാണത്. 30 മൈൽ കുറ്റി നിങ്ങൾ താണ്ടി സാം കുമരകം. സബാഷ്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നാന്ന് പറഞ്ഞ് എനിക്കൊരു ദൂത് താന് എനിക്ക് കൈമാറുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുവരെ ചെയ്തത് നല്ലതാണ്, പക്ഷേ അത് മാത്രം ചെയ്ത് ജീവിതം തീർക്കാനുള്ള വിളിയല്ല പരിശുദ്ധാത്മാവ് നമുക്ക് ഈ തലമുറയിൽ തന്നിരിക്കുന്നത്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി നിന്റെ കോളിങ്ങിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി മൗനം ഭജിച്ചിരിക്കരുത്. നിന്റെ അടുത്തിരിക്കുന്നവരെ പോലെ ഒരു കോളിംഗ് അല്ല നിന്റെ കോളിംഗ് എങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിളിക്ക് വേണ്ടി ദൈവം നിന്റെ മേലൊരു അഭിഷേകം ഈ രാത്രി പകരാൻ പോകുകയാ. ഞാൻ ആ മിഷണറി കുടുംബത്തെ പ്രാർത്ഥിച്ചു വിടുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു, സഭ അവരെ നിയോഗിച്ചു. അന്ത്യോക്യയിൽ നിന്നൊരു മിഷണറി ടീം യാത്ര പുറപ്പെടുകയാണ്. പുതിയ നിയമ ശുശ്രൂഷ വൺ മാൻ ഷോ അല്ല, ഇതൊരു ടീം വർക്കാണ്. ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ടതാ ഈ മിഷൻ ടീം എന്ന് പറയുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ UP-യിൽ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷണറി കോൺഫറൻസ് നടത്തി. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞിട്ടാണ്. ഉത്തർപ്രദേശിൽ എല്ലാ സഭകളും അടയപ്പെട്ട് കഴിഞ്ഞു. സൺഡേ ഇപ്പോൾ ആരാധനയ്ക്ക് അവിടെ അനുവദനീയമല്ല. 100 കണക്കിന് പേർ ആരാധിച്ച സഭകളെല്ലാം ലോക്ക് ചെയ്തു. ദൈവദാസന്മാർ ഒത്തിരി ഉപദ്രവിക്കപ്പെടുന്നു. ഞാൻ നടത്തിയ മിഷണറി കോൺഫറൻസിൽ എൻ്റെ ചർച്ചിൽ നിന്ന് 27 സഹോദരങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോയാണ് ആ മിഷണറി കോൺഫറൻസ് നടത്തി തിരിച്ചു വന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പുതിയ നിയമ ശുശ്രൂഷ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. എങ്കിൽ റിവൈവൽ മിനിസ്ട്രിയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവിടെ എൻ്റെ സ്നേഹിതരിൽ ചിലർ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല ചെയ്യാൻ ദൈവം നമ്മെ നിയോഗിച്ചത്. നാം ഒരു ടീമായി ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കുന്നൊരു സമയം വരുന്നു എന്ന് എത്ര പേർ വിശ്വസിച്ച് കരമുയർത്തി ഒരു ആമേൻ പറയും? Praise the Lord, praise the Lord, praise the Lord. Hallelujah. ഇവിടെ ഒരു ടീം മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു ടീം പുറപ്പെടുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. അന്ത്യോക്യയിൽ നിന്ന് നേരെ അവർ സെലൂക്കിയയിലേക്ക് പോയി. സെലൂക്കിയയിൽ നിന്നവർ സൈപ്രസിലേക്ക്, കുപ്രോസിലേക്ക് പോയി. അവിടെ നിന്നവർ സലമീസിലേക്ക് പോയി. അവിടെ നിന്നവർ പാഫോസിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് അവർ പംഫുല്യയിലെ പെർഗയിലേക്ക് പോയി. അവിടെ നിന്നവർ പിസിദിയ അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ നിന്ന് ഇക്കോനിയിലേക്ക് പോയി. അവിടെ നിന്ന് ലുസ്ത്രയിലേക്ക് പോയി. അവിടെ നിന്ന് ദർബയിലേക്ക് പോയി. ഇതാണ് 13, 14 അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്കുണ്ട് ഒരു മിഷൻ യാത്ര. ഈ വർഷം നിങ്ങളുടെ യാത്ര തുടങ്ങാൻ പോകുകയാണ്. ഇതുവരെ നിങ്ങളൊരു ഡിസ്ട്രിക്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് കർത്താവ് നിങ്ങളെ അയക്കാൻ പോകുകയാണ്. അടുത്ത സ്റ്റേറ്റിലേക്ക്, അടുത്ത ഭാഷയിലേക്ക്. നിങ്ങൾ മലയാളത്തെ മാത്രമാണ് ഫോക്കസ് ചെയ്തെങ്കിൽ തമിഴിലേക്ക് സ്റ്റെപ്പ് എടുക്കുന്നു. തമിഴിലേക്ക് സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോൾ അടുത്ത ഭാഷയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കാൻ പോകുകയാണ്. പോൾ ജി പാസ്റ്ററോട് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ ടീമിനെ ഇന്ത്യ മുഴുവൻ ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് വാതിൽ തുറന്ന് തരട്ടെ എന്ന് എൻ്റെ കരമുയർത്തി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. സെലൂക്കിയയിലും സൈപ്രസിലും സലമീസിലും ഒക്കെ നടന്ന വേലകളെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല. പക്ഷെ പാഫോസിൽ ചെന്നപ്പോൾ നടന്ന വേലയെക്കുറിച്ച് ആ ഓട്ടം തികച്ചെന്ന വായിച്ച വാക്യം. ആ ഓട്ടത്തിൽ അവർ പാഫോസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗവർണർ പൗലൂസിനെ വരുത്തി വചനം കേൾക്കാൻ ആഗ്രഹിച്ചു. ഞാൻ ആ പദം ഇവിടെ പ്രവചനാത്മകമായി കര ഉയർത്തി പകരുകയാണ്. കേട്ടവർ മാത്രം കേട്ടിനി തീർക്കില്ല. ചിലരെ ചൂണ്ടയിട്ട് തമ്പുരാൻ പിടിക്കാൻ പോകുകയാ. എനിക്കറിയാം അസാധാരണമായൊരു നിയോഗം ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് ചലിക്കുന്നത് ഞാൻ തിരിച്ചറിയുകയാണ്. ഇന്ന് രാത്രി ചിലതിവിടെ സംഭവിക്കും. ഇന്ന് രാത്രി ചിലതിനെ ദൈവം അപ്പോയിൻ്റ് ചെയ്യാൻ പോകുകയാ, ചിലതിനെ അനോയിൻ്റ് ചെയ്യാൻ പോകുകയാ, ചിലതിനെ നിയോഗിച്ചയക്കാൻ പോകുകയാ ദൈവം. ആ ഗവർണറിൻ്റെ കൂടെ ഒരു ടീം അവിടെ ഇരിപ്പുണ്ട്. അവർ വചനം കേൾക്കാനല്ല ഇരിക്കുന്നത്, ഗവർണറിൻ്റെ കൂടെ ഇരിക്കുക. പക്ഷേ ഈ സെർഗിയോസ് പൗലൂസ് ഇരിക്കുന്നത് വചനം കേൾക്കാനാണ്. പ്രസംഗകൻ പൗലൂസാണ്. താനിങ്ങനെ വചനം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം വചനം കേട്ട് ഗവർണർ വിശ്വസിക്കുവാൻ സമയമായപ്പോൾ
പെട്ടെന്ന് തൊട്ടടുക്കലിരിക്കുന്ന ഒരു മനുഷ്യൻ, പേര് എലീമാസ് വചന കേൾവിക്ക് എതിരെ ദുരാത്മാവിൽ പോരാടാൻ തുടങ്ങി. വചനത്തിൽ വായിക്കുന്നു 8-ാം വാക്യത്തിൽ എലീമാസ് തടുത്തെന്നാണ് വായിക്കുന്നത്. പക്ഷെ എങ്ങനെ തടുത്തെന്ന് ബൈബിൾ പറയുന്നില്ല. പൗലൂസ് എങ്ങനെ ജയിച്ചെന്ന് ബൈബിൾ പറയുന്നുണ്ട്. കെട്ടിയത് എങ്ങനെയാണെന്ന് അറിയണ്ട, അഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ. കെട്ടുന്നവനെ അറിയുന്നതിനേക്കാൾ നല്ലത് അഴിക്കുന്നവനെ അറിയുന്നതാണ്. ഭാരതത്തെ പിശാച് കെട്ടിക്കൊണ്ട് ഒരു സൈഡിൽ പോകുമ്പോൾ മറു സൈഡിൽ സഭ അഴിച്ചോണ്ട് പോകുന്ന സമയമാ. അസാധാരണമായ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാകയാൽ ദൈവം നിങ്ങളെ അഴിക്കാൻ അയക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അഴിക്കാൻ വേണ്ടി അയക്കുക. 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലൂസ് ആത്മപൂർണനായെന്നാണ് വായിക്കുന്നത്. ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മപൂർണത. അപ്പോൾ പൗലൂസ് ആത്മപൂർണതയിലേക്ക് മാറിയെങ്കിൽ അതിൻ്റെ അർത്ഥം എലീമാസ് തടഞ്ഞത് ദുരാത്മാവിലാണ്. ഇത് രണ്ട് സ്പിരിറ്റുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. സഭ ഇതറിയണം. ഇത് ജഡത്തിലുള്ള ഫൈറ്റല്ല, ഇത് ആത്മാവിലുള്ള പോരാട്ടമാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും പോരാടാനുള്ള കരുത്ത് ഉലകത്തിൽ ഒന്നിന് മാത്രമേ ഉള്ളൂ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭയ്ക്ക് മാത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങളുടെ മേൽ മറുപടിയില്ലാതെ പലരും വേദനിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥന നോർമൽ പ്രയറിൽ ആ കെട്ടഴിയത്തില്ല. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു പൈശാചിക അധികാരമുണ്ട്. അതിനെ ശാസിക്കാനുള്ള അഭിഷേകം ദൈവസഭയുടെ മേൽ വ്യാപരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ദുഷ്ടനെ ശാസിക്കാൻ ഒരാൾ തയ്യാറായാൽ എലീമാസ് മുട്ടുമടക്കാനിടയായി തീരും. ഇന്ന് രാത്രി തിരുവനന്തപുരം പട്ടണത്തിൽ വ്യാപരിക്കുന്ന എലീമാസിൻ്റെ സ്പിരിറ്റുകളെ ഈ രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. കമാൻ, അങ്ങനെ അഭിഷേകമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരിന്ന് രാത്രി മടുത്തു പോകരുത്. ദേശത്ത് വ്യാപരിക്കുന്ന ആഭിചാര, മന്ത്രവാദ, ക്ഷുദ്ര പ്രയോഗ ശക്തികളെ ശാസിക്കാൻ ദൈവസഭയ്ക്ക് ഒരു അധികാരമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിനക്ക് ദോഷം വരുത്തുകയില്ല. അപ്പം തമ്പുരാൻ നിനക്ക് ലൈസൻസ് തന്നിരിക്കുക. പാമ്പിൻ്റെ വിഷം തലയിൽ, തേളിൻ്റെ വിഷം വാലിൽ, മുമ്പിൽ കൂടി ഫൈറ്റ് വന്നാലും പുറകിൽ കൂടി ഫൈറ്റ് വന്നാലും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുക. ലൈസൻസ് മാത്രമല്ല തന്നൊരു ഗ്യാരണ്ടിയും കൂടി തന്നു, ഒന്നും നിനക്ക് ദോഷം വരുത്തുകയില്ല. നീ ധൈര്യമായിട്ട് നിന്നോ. അസാധാരണമായ വിടുതൽ നിൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോകുകയാ. വർഷങ്ങളായി പുസ്തകത്തിന് വേണ്ടി വില കൊടുത്തിട്ട് തല ഉയരാതെ നിൽക്കത്തക്കവണ്ണം നിന്റെ തലയ്ക്ക് മീതെ പിശാചി വിരിച്ച മേഘങ്ങളെ ആട്ടിപ്പായിക്കാൻ അധികാരമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വാ തുറന്ന് സ്തുതിക്കുന്നുണ്ട്. ഈ രാത്രി ജയിക്കുക. ഓരോ വർഷം കഴിയും തോറും നീ താഴേക്കല്ല പോകണ്ടേ, ഓരോ വർഷം കഴിയും തോറും നീ മുകളിലേക്ക് ഉയർന്നുയർന്ന് ആത്മമണ്ഡലത്തിൽ ഉയർന്നു വരണം. നിന്റെ മിനിസ്ട്രിയിൽ നീ ഉയരണം, അഭിഷേകത്തിൽ നീ ഉയരണം, നിന്റെ ശുശ്രൂഷയിൽ നീ ഉയരണം. ഇതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പൗലൂസ് ആത്മപൂർണനായി. എല്ലാവരും സഭയായി വായി തുറന്നവർ ആത്മപൂർണത. ഒരിക്കൽ കൂടി കര ഉയർത്തിപ്പറ ആത്മപൂർണത. ഇത്രയും ദൈവമക്കൾ പറഞ്ഞാൽ ഇത്രയും ശബ്ദമല്ല ഉള്ളത്, ശബ്ദമുയർത്തിപ്പറ. അത് നിങ്ങളിൽ സംഭവിക്കാൻ പോകുകയാ. അങ്ങനെ ഒരു എൻകൗണ്ടർ സംഭവിച്ചാൽ, അങ്ങനെ ഒരു വിസിറ്റേഷൻ സംഭവിച്ചാൽ നിൻ്റെ തലം മാറിയിരിക്കുക,
നിന്റെ തലം മാറിയിരിക്കും. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നിന്റെ തലം മാറിയിരിക്കും. 2025 അതേ ആളല്ല 2026 ആത്മാവിൽ വെളിപ്പെടേണ്ടത്. 2026 ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ പൗലൂസ് എന്നുള്ള പദപ്രയോഗം ബൈബിളിൽ ആദ്യം കാണുന്നത് അവിടെയാണ്. 13:9 കാണുന്നത്. താൻ ആത്മപൂർണനായി. അതുവരെ ശൗൽ എന്നുള്ള പദപ്രയോഗമാണ്. ശൗല് സഭയെ ഉപദ്രവിച്ചെന്നാണ് ബൈബിൾ പറയുന്നത്. താഴെ വീണ് കിടക്കുന്ന ശൗലിനെ യേശു വിളിക്കുന്നത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. അനന്യാസിനോട് കർത്താവ് ദൂത് പറയുമ്പോൾ അവൻ നേർവീതി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? ശൗല്. അനന്യാസിനോട് പറയുമ്പോഴും ശൗലാണ്. അനന്യാസി എന്ന് ശൗലിനെ വിളിക്കുന്ന ശൗലേ സഹോദര കാഴ്ച പ്രാപിക്കുക. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി. 12 അവസാനം ബർന്നബാസും ശൗലും ശുശ്രൂഷ കഴിഞ്ഞു പോന്നു. 13:2 പരിശുദ്ധാത്മാവ് പോലും ദൂത് പറയുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായവരെ വേർതിരിപ്പി. അവിടെ എല്ലാം ശൗലാണ്. പക്ഷേ ഫുൾനെസ് വന്നപ്പോൾ, ആത്മപൂർണത വന്നപ്പോൾ അവിടെ പൗലൂസ് രംഗപ്രവേശനം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. നിന്റെ പേരിനെ കർത്താവ് തൊടാൻ പോകുകയാ. ഞാൻ കാണുന്നു, ആത്മാവിൽ അറിയുന്നു. അസാധാരണമായൊരു നിയോഗം ഇന്ന് രാത്രി മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പേരിനെ പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാ. നീ ഒരിക്കലും ഗതി പിടിക്കരുതെന്നാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്, പലരും ആഗ്രഹിക്കുന്നത്, പലരുടെയും ഇഷ്ടം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. നിന്റെ പേര് കേൾക്കുമ്പോൾ ഭൂതങ്ങൾ വിറയ്ക്കാൻ പോകുകയാ. നിന്റെ പേര് കേൾക്കുമ്പോൾ ദുരാത്മാക്കൾ ഇളകാൻ പോകുകയാ. നിന്റെ പേര് കേൾക്കുമ്പോൾ അന്ധകാര ശക്തി മുട്ടുമടക്കാൻ പോകുകയാ. കാര്യ നിന്റെ മേൽ ദൈവം ഒരു ഫുൾനെസ് തരാൻ പോകുകയാ. ചിലരെ കർത്താവ് തൊടുന്നത് ഞാൻ അറിയുന്നു. നിന്നെ ഇതുവരെ ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ യൂസ് ചെയ്യാൻ പോകുകയാ. ഇത്രയ്ക്ക് നീ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ച ചില വാക്കുകൾക്ക് അപ്പുറത്ത് ബൗണ്ടറി ഭേദിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഉയരെ വാഹനമേറ്റാൻ പോകുകയാ. തൊരട്ടെ പരിശുദ്ധാത്മാവ് തൊരട്ടെ. നിന്റെ കുടുംബത്തിൽ കെട്ടിയ കെട്ടിന്ന് രാത്രി നീ അഴിച്ചുവിടണം. നീ ആള് വേറെയാണ്. പലരെയും ദൈവം ഉപയോഗിക്കുന്നത് കണ്ട് ദൈവമേ എനിക്കൊരു ടൈമില്ലേ, അതോ ഞാൻ എപ്പോഴും ഇങ്ങനെ പോകത്തേ ഉള്ളോ എന്ന് ചോദിച്ച് വേദനപ്പെട്ട് നെടുവീർപ്പിട്ട ഒരാളല്ലേ നീ? മനസ്സ് മടുത്തിരിക്കുന്ന ഒരാളാണ് നീയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്റെ മനസ്സ് മടുത്തതിൻ്റെ അവസാനത്തിച്ച് പൊക്കുകയാ അവൻ്റെ ശക്തിയാ. സഹോദരങ്ങളെ, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര കൃപയുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും
ഉലകത്തിൽ മനുഷ്യൻ നിന്നെ അളന്ന് തിട്ടപ്പെടുത്തുന്നൊരു മെഷർമെൻ്റ് ഉണ്ട്, അളവുകോലുണ്ട്. നീ ജനിച്ച വീട്, നിൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എത്ര കഴിവുണ്ടെങ്കിലും മനുഷ്യൻ്റെ അളവുകോൽ വേറെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ അളവുകോലിനെ എല്ലാം ഓവർകം ചെയ്ത് അഭിഷേകം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ അളവുകോലുമായിട്ട് അവർ താഴെ ഇരിക്കത്തേയുള്ളൂ. നിന്നെ തൊടാനൊക്കാത്ത രീതിയിൽ ആത്മാവ് നിന്നെ കൊണ്ടുപോയാൽ, കമോൺ, എത്ര പേർക്ക് അതിനെ റിസീവ് ചെയ്യാൻ കഴിയും? സഹോദരങ്ങളെ, കുമരകത്ത് ഇതുപോലൊരു അളവുകോലിൻ്റെ അകത്ത് ബൗണ്ടറി പൊട്ടാതെ അകത്ത് തകർന്ന് ഉടഞ്ഞു നിന്നൊരുത്തനാണ് ഞാൻ. അളക്കുന്നവരെയേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ കുഴപ്പമല്ല, ഞാൻ ജനിച്ച വീടങ്ങനെയാണ്, എൻ്റെ അപ്പനും അമ്മയും ദരിദ്രരാണ്, ഗതി പിടിക്കാൻ ചാൻസ് ഇല്ല എന്ന് നമ്മൾ തന്നെ മനസ്സിൽ എഴുതി ഉറപ്പിച്ച ഒരു ജന്മം. അപ്പോൾ പിന്നെ മറ്റുള്ളവർ കൂടി പറയുന്നതിൻ്റെ അകത്ത് അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അഭിഷേകം തൊട്ടു. 3 ദിവസത്തെ ഒരു മീറ്റിംഗ്, ഇതുപോലെ വിശാലമായൊരു ഹോളിൻ്റെ അകത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ഫസ്റ്റ് സീറ്റിൽ ഞാൻ വന്നിങ്ങനെ ഇരിക്കും, 1-ാം സീറ്റിൽ. എൻ്റെ ഫ്രണ്ടിൽ ഒരു സീറ്റിൽ ഒരാൾ ഇരിക്കാതിരിക്കാൻ ഫ്രണ്ടിൽ തന്നെ ചെയർ കൊണ്ടിട്ടിരിക്കുകയാണ് ഞാൻ. കാര്യം, എനിക്കൊരു അഭിഷേകം വേണം. ഞാൻ എൻ്റെ ചർച്ചിൽ പഠിപ്പിക്കും, ഫ്രണ്ട് സീറ്റ് കാലിയായി കിടക്കുന്ന ഒരു സഭയിലും ഉണർവുണ്ടാകുകയില്ല. ഇത് ഞാനെൻ്റെ ചർച്ചിൽ പഠിപ്പിക്കുന്ന കേട്ടോ. കാരണം പുറകോട്ട് പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പല ദൈവമക്കളും. ഫ്രണ്ടിലും മുമ്പിലൊരു സീറ്റുണ്ടെങ്കിലും പുറകിൽ എന്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഗൂഗിളിന് പോലും ആൻസർ കിട്ടത്തില്ല. അതെന്താണെന്ന് എനിക്കൊട്ടും അറിയത്തുമില്ല. പക്ഷേ എൻ്റെ ആവേശം ഇന്നും തീർന്നിട്ടില്ല. ഞാൻ സത്യത്തിൽ 5:40 ഇവിടെ വന്ന്, ഇവിടെ യോഗം തുടങ്ങിയത് 6 മണിക്കല്ലേ. സ്തോത്രം. ആവേശം തീരാതെ അഭിഷേകം കാത്തു സൂക്ഷിച്ചാൽ നിന്നെ ഏതറ്റം വരെയും കർത്താവ് കൊണ്ടുപോയിരിക്കും. ഞാനിവിടെ കേട്ടു, ഏതോ ഒരു ദൈവദാസൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു. അതൊരു കാലെ പിടിച്ച് പറയുന്ന പോലെയാണ്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ മുമ്പോട്ട് കയറിയിരിക്കാവോ, ആരും കയറിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കുഴപ്പമല്ല, ആരുടെയും കുഴപ്പമല്ല, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഹമ്പിൾ റിക്വസ്റ്റ്. പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഉത്തരേന്ത്യയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ UP യിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ കേരളത്തിൽ എത്തിച്ചേർന്നത്. അവിടെ ഫ്രണ്ടിലിരിക്കാൻ ആൾക്കാർ ഇടി കൂടുകയാണ്. മനസ്സിലായില്ല എന്നാ കാര്യം? യേശുവിനെ അവരതുപോലെ സ്നേഹിക്കുന്നു. അവരുടെ ആവേശം കാണുമ്പോൾ കർത്താവിനോട് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നൊരു പ്രസംഗ പരമ്പരയ്ക്ക് വേണ്ടിയല്ല ഈ മീറ്റിംഗ് ഇവിടെ വെച്ചിരിക്കുന്നത്. സ്വർഗം തുറക്കണം. ഞാനിങ്ങനെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓണവാര ക്യാമ്പിന് ഫ്രണ്ടിൽ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം പരിശുദ്ധ അമ്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി കാത്തിരിപ്പയോഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ സമയം ആദ്യത്തെ ദിവസം 3 പ്രാവശ്യം വരുന്നു, 2-ാം പ്രാവശ്യം 3 യോഗം പ്രാപിച്ചില്ല. 3-ാം ദിവസം ആദ്യം ഒരു മീറ്റിങ്ങുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോൾ മെയിൻ മെസ്സേജ് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. ആ മീറ്റിങ്ങിൽ ഞാൻ പ്രാപിച്ചില്ല. ഫൈനൽ സെഷൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ പാസ്റ്റർ K.O. തോമസ് ഫ്രം തൃശ്ശൂർ, PG മാസ്റ്ററിൻ്റെ ബ്രദർ K.O. തോമസ് സാറാണ് പ്രസംഗിക്കുക. എൻ്റെ ടീച്ചേഴ്സാണ്. എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനമൊക്കെ പഠിപ്പിച്ചത് PG മാസ്റ്ററാണ്. അദ്ദേഹം വന്ന് ശുശ്രൂഷിക്കും. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ ആവലോടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വരാനൊക്കത്തില്ല. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വാഹനത്തിനൊരു തടസ്സം ഉണ്ടായതാണ്. അദ്ദേഹത്തിന് നല്ല കുഴപ്പം. വന്നാൽ തന്നെ 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾ പ്രസംഗിക്കും. അപ്പോഴേ എൻ്റെ ഉള്ള ജീവനെല്ലാം പോയി, എൻ്റെ ആശയെല്ലാം അവസാനിച്ചു. ബൈബിളും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് ഞാൻ ആ ഹോളിൻ്റെ ഏറ്റവും പുറകിൽ പോയിരുന്നു.
ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന ഞാൻ ഏറ്റവും പുറകിലേക്ക് പോയി. ഏറ്റവും പുറകിലോട്ട് പോയപ്പോൾ എൻ്റെ പേരൻസ് വന്നിട്ട് ചോദിച്ചു, എന്തേ നീ പുറകിലേക്ക് പോകുന്നു? ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വേണ്ട, പരിശുദ്ധ അമ്മാവിനെ എപ്പോഴാണ് തരുന്നതെന്ന് വെച്ചാൽ കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ തന്നോട്ടെ. ഉടനെ എൻ്റെ പേരൻസ് പറഞ്ഞു, ദൈവദാസൻ 10 മിനിറ്റെങ്കിലും വന്ന് പ്രസംഗിക്കുമെന്നല്ലേ പറഞ്ഞു, ദൈവത്തിന് നിന്നെ തൊടാൻ 10 മിനിറ്റ് വേണ്ടല്ലോ എന്നെൻ്റെ പേരൻസ് പറഞ്ഞു. ഉടനെ ഞാൻ അവരോട് പറഞ്ഞു, ദൈവത്തിന് തൊടാൻ 10 മിനിറ്റ് വേണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇത്രയും നാൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് അലച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് വന്ന്, ഞാൻ സുവിശേഷം പറഞ്ഞ് വന്നവർ പോലും അഭിഷേകം പ്രാപിച്ചു. സുവിശേഷം പറഞ്ഞ് കൊണ്ടുവന്ന് ഞാൻ പ്രാപിച്ചില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ദൈവമക്കളുടെ കമൻ്റൊക്കെ ഊഹിക്കാവുന്നതാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പാസ്റ്ററും പകരം പ്രസംഗിച്ച പാസ്റ്ററിൻ്റെ മെസ്സേജ് കഴിഞ്ഞു. ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒരു ദൈവദാസൻ പാസ്റ്റർ കെ.ഒ. തോമസ് അവറുകൾ സ്റ്റേജിലേക്ക് വരുന്നു. ഇതുപോലെ നിൽക്കുന്നു. താൻ ബൈബിൾ തുറക്കാതെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല, ആഫ്രിക്കയിൽ മിഷണറിയായി വേലയ്ക്ക് പോയ ഒരു ദൈവദാസൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹിക്കപ്പെട്ട മിഷണറിയെക്കുറിച്ച് താനിങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്ന എനിക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്കെന്തോ സംഭവിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് കരയാൻ തുടങ്ങി. എന്താ കരയുന്നതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു മേഖലയിലേക്ക് മാറുന്നതായി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇടവും വലമൊക്കെ നോക്കുന്നുണ്ട്, അവരാരും കരയണില്ല, ബട്ട് ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കണത്. വളരെ പെട്ടെന്ന് ആ പാസ്റ്റർജി അനൗൺസ് ചെയ്തു, അപ്പനെ അമ്മയും നാടും വീടുമെല്ലാം വിട്ട് കർത്താവ് പറയുന്ന നാട്ടിൽ സുവിശേഷകനായി പോകാൻ തയ്യാറുള്ളവർ കൈ ഉയർത്തി എഴുന്നേക്കാൻ പറഞ്ഞു. കൈ ഉയർത്തി എഴുന്നേൽക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഹോളിൻ്റെ അകത്ത് എൻ്റെ പേരൻസ് അല്ല, വേറെ ആരെയും കാണുന്നില്ല. ഉച്ചയ്ക്ക് തീർന്ന യോഗ, പക്ഷെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ വൈകുന്നേരമായി. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരു നീല ടർപ്പാൾ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്, അവിടെ കിടന്നിട്ട് എഴുന്നേൽക്കുകയാണ് ഞാൻ കാമി എഴുന്നേറ്റ് വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകണില്ല. എൻ്റെ പേരൻസിനോട് ഞാൻ ചോദിച്ചു, എനിക്കെന്താ സംഭവിച്ചേ? ഇത് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഉള്ളത്തിൽ മലയാളത്തിലാണ് ചോദിക്കണേ, പക്ഷെ എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് അന്യഭാഷയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ചോദ്യം, ഞാനങ്ങ് പുറകിലല്ലേ ഇരുന്നത്, എങ്ങനെയാ ഞാനിവിടെ ഫ്രണ്ടിലെത്തിയത്? കാരണം എൻ്റെ ഓർമ്മ, ഞാനിങ്ങനെ കൈ ഉയർത്തി എഴുന്നേൽക്കുമ്പോൾ ഞാൻ പുറകിലാണ്, ഏറ്റവും പുറകിലായിരിക്കണത്. എങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്നു? ഇതാണ് ഞാൻ ചോദിക്കണേ. പക്ഷേ എൻ്റെ വായിൽ നിന്ന് വരുന്നത് മലയാളമല്ല, അന്യഭാഷയാണ് വരുന്നത്. സത്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു റബ്ബർ പന്ത് വലിച്ചെറിയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ എന്നെ വലിച്ചെറിയുകയായിരുന്നു അവൻ. എന്നെ തൊട്ടത് അവൻ അങ്ങനെയാ. എൻ്റെ അനുഭവമായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഇന്ന് രാത്രി എന്നെ ദൈവം തൊട്ടതുപോലെ തമ്പുരാൻ തൊട്ട ഒരാൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രവചിക്കുകയാ, എന്നെ യൂസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി ഹോളി സ്പിരിറ്റ് നിങ്ങളെ യൂസ് ചെയ്യാൻ പോകുകയാ. വെറുതെ അല്ല ദൈവം നിന്നെ അങ്ങനെ തൊട്ടത്. ഒരോളത്തിൽ നീ കയറി വന്നതല്ല, ദൈവം തൊട്ട് വന്നതാണെന്ന്, ശക്തി ഇറങ്ങി വന്നതാണെന്ന് ഉറപ്പുള്ള ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുകയാ. നിന്റെ മിനിസ്ട്രി തുറക്കുന്ന രാത്രിയാണിത്. അതുവരെ എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. കാര്യം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏരിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയൊന്നും ആ മേഖലയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദൈവശക്തി എൻ്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ ഓലപ്പെരയൊന്നും ദൈവത്തിന് വിഷയമല്ല, ചാണകം മെഴിയ തറയൊന്നും പരിശുദ്ധാത്മാവിന് വിഷയമല്ല. പേരൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ജനിച്ച കുലമോ കുലമഹിമയോ ഇതൊന്നും അഭിഷേകത്തിന് വിഷയമല്ല. ദൈവത്തിൻ്റെ വിളി നിന്റെ മേലുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് തൊട്ട് നിന്നെ അഭിഷിക്തനാക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ചലിക്കുകയാ. പാഫോസിലെ ശുശ്രൂഷ കഴിഞ്ഞ് പംഫുല്ലിയിലേക്ക് ശുശ്രൂഷിക്കാൻ കടന്നു ചെന്നപ്പോൾ ഒരു ദൈവ മനുഷ്യൻ ടീമിൽ നിന്ന് പലായനം ചെയ്ത് യെരൂശലേമിലേക്ക്, പേര് മർക്കോസ്. ഒരാൾ തിരികെ പോന്നപ്പോഴും ഒരു ടീം മുമ്പോട്ട് പോവാണ്. എൻ്റെ കൈ ഉയർത്തി നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന, കൂടെ നിന്നവർ പുറകോട്ട് പോയാലും നോ ടേണിംഗ് ബാക്ക്. നിന്റെ ദർശനവുമായി നീ മുമ്പോട്ട് പോവുക, നിന്റെ വെളിപ്പാടുമായി നീ മുമ്പോട്ട് പോവുക.
നീ ചുമന്ന അഭിഷേകവുമായി നീ മുമ്പോട്ട് പോവുക. നിനക്ക് കിട്ടിയ കൃപാവരവുമായി നീ മുമ്പോട്ട് പോവുക. നിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് അങ്ങ് ദൂരെയാണെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചാൽ ഞാൻ മുൻപോട്ട് പോകാൻ തയ്യാറാണ്, വില്ലിംഗ് ആണ്. കമാൻ, അങ്ങനെയുള്ളവർ മാത്രം സ്തുതിക്കാം ദൈവത്തെ. അവിടെ നിന്ന് പിസിദ്യ അന്ത്യോക്യയിലെത്തി. അവിടുത്തെ വചന ശുശ്രൂഷ കഴിഞ്ഞ് കാലിലെ പൊടി തട്ടിയിട്ട് ചിക്കോനിയിലേക്ക് പോയി. ഞാൻ ഓട്ടം തികച്ചു. ഇക്കോനിയിൽ നിന്ന് അവർ ലുസ്ത്രയിലെത്തി. ഇതാ 14-ാം അധ്യായം. ലുസ്ത്രയിലെത്തിയപ്പോൾ മുടന്തൻ സൗഖ്യമായി. 2 കാലും തളർന്നു പോയ മുടന്തൻ സൗഖ്യമായി. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ സഭയിൽ ഒത്തിരി രോഗികൾ സൗഖ്യമാകാൻ പോകുകയാ. തീരാവ്യാധികൾ സൗഖ്യമാകാൻ പോകുകയാ. നിങ്ങളുടെ ശുശ്രൂഷയിൽ കിടരോഗികൾ ചാടി എഴുന്നേക്കാൻ പോകുകയാ. നിങ്ങളുടെ ആരാധനയിൽ അത്ഭുതകരമാകുന്ന സൗഖ്യം നടക്കാൻ പോകുകയാ. ആമേൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയിൽ നിന്ന് ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്ന് ജനത്തെ വശത്താക്കി പൗലൂസിനെ കല്ലെറിഞ്ഞെന്നാണ് ബൈബിൾ പറയുന്നത്. കല്ലെറിഞ്ഞു. കല്ലേറ് കൊണ്ട് താന് പെടഞ്ഞ് താഴെ വീണു, മരിച്ചു എന്ന് വിചാരിച്ചവർ എടുത്തുകൊണ്ട് ചണ്ടിക്കുമ്പാരത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. അവിടെ മുതൽ തുടങ്ങുക സത്യത്തിൽ പൗലൂസിൻ്റെ വേലയിലുള്ള വലിയ പെർസിക്യൂഷൻ, ഉപദ്രവങ്ങളെ മാറ്റി നിർത്തിയിട്ടൊരു മിഷണറി വേല എങ്ങുമില്ല. ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസാണ്. സിംഹവാതിലിൻ്റെ പുറത്തേക്ക് ജനമെല്ലാം ഉന്തിക്കൊണ്ടുവന്ന് പുറത്തിട്ടിട്ട് അവനെ കല്ലെറിഞ്ഞു. ബൈബിൾ അങ്ങനെ പറയുന്നു, കല്ലെറിഞ്ഞു. അവസാനം താൻ മരിക്കുന്ന സമയം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖം ഒരു ദൂതൻ്റെ മുഖം പോലെയായി. പിതൃവലഭാഗെ നസ്രായൻ എഴുന്നേറ്റ് നിൽക്കുക, സ്തെഫാനോസിനെ വെൽക്കം ചെയ്യുവാൻ. ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസാണ്. ദൈവസഭയുടെ 2ാമത്തെ രക്തസാക്ഷി വാളുകൊണ്ട് കൊല്ലപ്പെട്ട യാക്കോബാണ്. ഓരോന്നിനെ ജീവനെടുത്ത് വാള് മുന്നേറുമ്പോൾ ആരും അറിയാതെ, യേശു കർത്താവ് പുളിമാവിനെക്കുറിച്ച് പറയുന്നൊരു ഉപമയുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും അറിയാതെ രാത്രി ഒരു വർക്ക് നടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പുളിച്ചിരിക്കുന്നത് കാണും. നീ സ്തേഫാനോസിനെ നീ കൊല്ലുന്നത് പരസ്യമായിട്ട്, യാക്കോബിനെ കൊല്ലുന്നതും പരസ്യമായിട്ട്. ബട്ട് ദൈവരാജ്യം വളരുന്നത് രഹസ്യമായിട്ടാണ്. ഇന്ന് രാത്രി ഞാനിവിടെ നിന്നുകൊണ്ട് ഈ മനോഹരമായ മീറ്റിങ്ങിൽ ഇതെല്ലാം പറയുമ്പോൾ ഇന്ത്യൻ ജയിലുകൾക്കകത്ത് ഒത്തിരി ദൈവദാസന്മാർ, മിഷണറിമാർ വേദന അനുഭവിക്കുന്നുണ്ട്. ഈ പൊതുസഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. ഇന്ത്യൻ ജയിലുകളിൽ യേശുവിൻ്റെ ദൂതൻ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. നമ്മൾ സേഫ് സോണിലാണ്. ഇവിടെ നമ്മൾ ഭയങ്കര സേഫാണ്. ഇവിടെ നിന്നുകൊണ്ട് കമൻറ്റ് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഡേഞ്ചറസ് സോണുകളിൽ കൂടി ഒരിക്കൽ യാത്ര ചെയ്യുമ്പോഴാണ് കമൻറ്റ് പറയാൻ നമ്മൾ നാവ് ചലിപ്പിക്കത്തില്ല. വേദനിക്കുന്നവരുടെ കൂടെ നിന്ന് വേദനിക്കാൻ, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ. അതാണ് ഈ പദത്തിൻ്റെ പ്രത്യേകത. കീഴായിക്കോണം ഐക്യ കൺവെൻഷൻ. ഇവിടെ ഒരു ഐക്യത ഉണ്ടായേ പറ്റൂ. അത് നിൻ്റെ മിനിസ്ട്രി, ഇതെൻ്റെ മിനിസ്ട്രി, ഇത് നിൻ്റെ സഭ, അതെൻ്റെ സഭ. നോ, വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. ഒരാൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറ, ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. നമ്മൾ പാടുകയല്ലേ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ, പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത
മഹൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയ ബന്ധമാണിതോ പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു യുഗകാലം വരെയോ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതാൻ മകനെ മരിപ്പാതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതാൻ മകനെ മരിപ്പാതിനായി കുരിശിൽ കൈവേടിഞ്ഞു. ഹല്ലേലൂയ. നമ്മളൊന്ന് കൈ കോർത്ത് പിടിച്ച പദം ഒന്ന് പാടാൻ പോവാണ്. ഏതാ? പിരിയ ബന്ധമാണിത്. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച്. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയോ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയ ബന്ധമാണിതോ പിരിയ ബന്ധമാണിതോ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയോ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയോ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയോ. പിരിയ ബന്ധമാണിതോ പിരിയ ബന്ധമാണിതോ പിരിയ ബന്ധമാണിതോ യുഗകാലം വരെയോ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതാൻ മകനെ മരിപ്പാതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതാൻ മകനെ മരിപ്പാതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മകനെ മരിപ്പാതിനായി മകനെ മരിപ്പാതിനായി മകനെ മരിപ്പാതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മഹൽ സ്നേഹം മഹൽ മകനെ കുരിശിൽ കൈവേടിഞ്ഞു. സഹോദരങ്ങളെ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ശക്തനായ ഒരു കർത്തൃദാസൻ അലഹബാദിലെ ജയിലിലേക്ക് അടയ്ക്കപ്പെടുന്ന സമയം 38 വർഷം കർത്താവിൻ്റെ വേല ചെയ്തിട്ട് തന്നെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്ന സമയം പ്രായമുള്ളൊരു കർത്തൃദാസൻ, പല ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളൊരു കർത്തൃദാസൻ. അദ്ദേഹം ഈ പാമ്പാടിയിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പറഞ്ഞ ടെസ്റ്റ് മണി അതുപോലെ പറയാം. ഞാൻ ഈ പ്രായത്തിൽ അലഹബാദിലെ ജയിലിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്നത് എൻ്റെ കൂടെയുള്ള 12 ദൈവദാസന്മാർ. അത് കേട്ടപ്പോൾ ഉള്ളവങ്ങ് തകർന്നു പോയി. കാര്യം 2 മാസമായിട്ട് അവർ ജയിലിൽ കിടക്കുകയാണ്. ഈ പ്രായമുള്ള ദൈവദാസൻ ചെന്നപ്പോൾ സ്വീകരിക്കാൻ വന്നതേ ജയിലിൻ്റെ അകത്ത് 2 മാസമായി കിടക്കുന്ന 12 ദൈവദാസന്മാർ. പിശാചേ,
കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാർ വന്ദനം ചൊല്ലുന്നുവെന്ന് പൗലൂസിനെ കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഹാളിൽ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ഇതുവരെ ജാമ്യം കിട്ടാതെ ജയിലിൻ്റെ അകത്ത് ആരോരുമില്ലാതെ തകർന്നു കിടക്കുന്ന ഇന്ത്യൻ മിഷണറിമാർക്ക് ജാമ്യം ലഭിക്കേണ്ടതിനായി സഭ ഒരുമിച്ച് ഗർജിക്കാൻ ഈ രാത്രി തയ്യാറുണ്ടെങ്കിൽ ആ രണ്ട് കര ഉയർത്തി ഒന്ന് അടിച്ച് ഒരു ഹല്ലേലൂയ ദൈവത്തിന് പറയാമോ? ഇതിൻ്റെ അകത്തുനിന്ന് ദൈവശക്തി പുറപ്പെടാൻ പോകുകയാ. ഇതിൻ്റെ അകത്തുനിന്ന് ദൈവശക്തി പുറപ്പെടാൻ പോകുകയാ. ജയിലുകൾക്കകത്തേക്ക്, UP-യുടെ ജയിലുകൾക്കകത്തേക്ക്, ബീഹാറിന്റെ ജയിലുകൾക്കകത്തേക്ക്, ഉത്തരാഖണ്ഡിലെ ജയിലുകൾക്കകത്തേക്ക്, രാജസ്ഥാന്റെ ജയിലുകൾക്കകത്തേക്ക്, മധ്യപ്രദേശിന്റെ ജയിലുകൾക്കകത്തേക്ക്, അത് ഛത്തീസ്ഗഡിന്റെ ജയിലുകൾക്കകത്തേക്ക് കമോൺ ദൈവശക്തി പുറപ്പെടട്ടെ. ഈ മീറ്റിംഗ് നടക്കുന്നത് പോൾജി തിരുവനന്തപുരത്താണോ അതോ ഇന്ത്യയുടെ ഒത്ത സെന്റർ പോയിന്റിന്റെ അകത്താണോ ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ദീർഘവർഷങ്ങളായി പിശാചും താണ്ഡവ നൃത്തം ചവിട്ടുന്ന ഭാരതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തീ വെളിപ്പെടാൻ ദൈവം കണ്ട മിഷണറിമാരില്ലേ ഇവിടെ? Lambabala, Bamshabala, Bamdabacha, Bartalacha, Bamdaraja, Darabamba, Bachabatha, Bamba Bachabala, Gata, Bartha, Bamba Bachani, Amdala Prabala, Gausha, Bamdala, Chalatari, Prabalagi, Amdale, Pradalagam, Pabadagam, Shagantani, Pradalagam, Shagatana, Amdagachabadi, Gata, Vartani, Prabalaga, Shabandali, Astaba, Prabauda, Bachabandala. You have anointing, you have anointing, you have authority. Ningadamel Abhishegam, authority, you see Adirikirda. ഇന്ന് രാത്രി സങ്കീർത്തനം പറയുന്നു, വചനമയച്ചവൻ വിടിവിക്കുന്നു. നിങ്ങൾ വാ തുറന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇന്ത്യയിൽ ചിലത് സംഭവിക്കാൻ പോകുകയാ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ശമരിയിൽ മഞ്ഞില്ല മഴയില്ല എന്ന് ഏലിയാവ് ഗർജിച്ചതുപോലെ ഇന്ന് രാത്രി അന്ധകാര ശക്തിക്കെതിരെ ഗർജിക്കാൻ അധികാരമുള്ള അഭിഷിക്തന്മാരുണ്ട് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത്. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് ചിലതിനെ അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ ഒരു കർത്തൃദാസൻ ചില ആഴ്ചകൾ മധ്യപ്രദേശിന്റെ ജയിലുകളിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം പുറത്തു വന്നപ്പോൾ പറഞ്ഞ ടെസ്റ്റിമണി, കൊലപാതക കുറ്റം ചെയ്ത, മർഡർ ചെയ്ത കുറെ ക്രിമിനൽസ് കിടക്കുന്ന സെല്ലിൽ ഈ മിഷണറിയെ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, മലയാളിയാണ്, കൺവേർഷനാണ് അദ്ദേഹത്തിന്റെ ജോലി, മതപരിവർത്തനം, അതുകൊണ്ട് ഉപദ്രവം കുറച്ചേക്കരുത്. ഇവൻ ഇവിടെ നിറങ്ങുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ ഊരില്ലാത്തവനായിട്ടായിരിക്കണം. ഈ ദൈവദാസന് ജോലി കൊടുത്തു. ജയിലിൽ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുമ്പോൾ അവർ ഉപദ്രവം അഴിച്ചുവിടാൻ തുടങ്ങും. മനസ്സുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സുവിശേഷ വേലയിൽ ഒരു ദിവസം പോലും നിൽക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജയിലുകൾക്കകത്ത് പിശാച് പയറ്റുമ്പോൾ ഞാൻ ആത്മാവിൽ കണ്ട കാര്യം പറയാം. ചില അഭിഷിക്തന്മാരെ നേരിൽ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവർ ജയിലിൽ വെച്ച് 5.5 മാസം തല്ലുകൊണ്ടിട്ട് പുറത്തിറങ്ങി വരുന്നത് തീ പോലെയാ. ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇന്ത്യയിലുണ്ട്. Ganaga bausha bada janaga bausha shamada janaga bausha managa shamda la yabaka rabda labra
baka shata laya bashaka tata saka randa labra baka shata labra baka shata laya maka randa labra baka shata labra ba. ഞാൻ പ്രവചിക്കുന്നു, ഭാരതത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചിലതിനെ ദൈവം അയക്കാൻ പോകുകയാ. തീ പോലെ ദൈവം അയക്കാൻ പോകുകയാ. നിന്നെ ഒരു ബൗണ്ടറിയിൽ ഇനി പിടിച്ചു കെട്ടാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. ചില ബൗണ്ടറി ഭേദിച്ച് തമ്പുരാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. നീ പോവല്ല, ആത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. എന്തിനാണെന്നറിയാമോ? അവർ നിന്നെ വെയിറ്റ് ചെയ്യുകയാ. ആ ലാൻഡ് നിന്നെ വെയിറ്റ് ചെയ്യുകയാ. നീ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ നേരത്തെ ആ മിഷനറിയോട് ദൂത് പറഞ്ഞ പോലെ, ഭൂതങ്ങൾ നിനക്ക് കീഴടങ്ങാൻ പോകുകയാ. ഒരിക്കൽ കൂടി ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് ജയിലുകളിൽ കിടക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി ഈ മഹായോഗം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ മനസ്സുകൊണ്ട് തകർന്നവരാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, കല്ലേറ് കെട്ടി നിലത്ത് വീണ് ജീവൻ നഷ്ടപ്പെട്ട പൗലൂസിന്റെ ചുറ്റും ശിഷ്യന്മാർ നിന്നപ്പോ പൗലൂസ് ചാടി എഴുന്നേറ്റ്. അതാ ഇന്ന് രാത്രി ഇവിടെ നടക്കണേ. ഞാൻ ആത്മാവിൽ അറിയുന്നു, മാസ്കറാച്ചസ് ഇത്രയും 100 കണക്കിന് ദൈവമക്കൾ ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കമാൻ പ്രേയിങ് സ്പിരിറ്റ് അന്യഭാഷകളിൽ ശിഷ്യന്മാർ ചുറ്റി നിൽക്കുകയിൽ പൗലോസ് ചാടി എഴുന്നേറ്റു. ആ വചനം ഇന്ത്യയിൽ നിറവേറട്ടെ. അവരുടെ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സഭ ചേർന്ന് പറ ആമേ. ഈ കൈ വിടുന്നതിന് മുമ്പ് ഒരു ഡിക്ലറേഷനും കൂടി പറയാം. ആന്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവോ? ജലസ്നാനം നടക്കരുതെന്ന് പറഞ്ഞ. ആത്മസ്നാനത്തെ തടുക്കാൻ പറ്റിയൊരു ബില്ല് നിനക്ക് ഒരിക്കലും ഒരിടത്തും കൊണ്ടുവരാൻ ഒക്കത്തില്ല. ആത്മസ്നാനം ഇന്ത്യയിൽ വെളിപ്പെട്ടാൽ രാത്രിയിലും ജലസ്നാനം നടന്നിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 16 രാത്രിയിൽ ബാപ്റ്റിസം നടന്നെന്ന ദൈവവചനത്തിൽ വായിക്കുന്നത്. എങ്കിൽ ഇന്ത്യ മുഴുവൻ ഒരു ആത്മസ്നാനം നടക്കാൻ സമയമായി. അതൊരു വലിയ ആത്മപകർച്ചയായിരിക്കും, അതൊരു വലിയ ഉണർവായിരിക്കുമെന്ന് ഇന്ന് രാത്രി ഉറപ്പിക്കുന്ന ദൈവമക്കൾ. ഖമാൻ ബോലോ യേശു മസീഹി. ഈ സാന്നിധ്യം വിട്ടുകളയണ്ട. ഏതായാലും എഴുന്നേറ്റ് നിന്നല്ലേ, കർത്താവിൻ്റെ വേല കൂടെ കൊടുത്തിട്ടങ്ങ് ഇരുന്നാൽ മതി. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാനുള്ള ഓഫറിങ്ങിനുള്ള നന്മ കയ്യിലെടുക്ക്. ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ ഇത്രയും ദൈവമക്കളെ കർത്തൃദാസൻ്റെ സഭാ ടീം ഒരുമിച്ച് വിളിച്ചുകൂട്ടി ഇങ്ങനെയൊരു ചലഞ്ച്, മിഷൻ ചലഞ്ച്, ഒരു ഐക്യ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കുക. ഈ പ്രസൻസ് വിട്ടുകളയരുത്. അന്യഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഓഫറിങ് എടുക്കാൻ പോകും. നോർമലി ഓഫറിങ് നമ്മൾ പാട്ടുമൊക്കെ പാടി ആരാധിച്ച് ഓൾറെഡി പാട്ട് ആത്മാവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതേ നിപ്പിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ ആ ഓഫറിങ് ഒന്ന് എടുത്താൽ മതി. ഞാൻ ഒരു വാക്ക് സ്തോത്രം ചെയ്യാൻ പോവാം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്കറിയുമോ, ക്രിസ്ത്യാനിറ്റിയുടെ പീഡകളുടെ സമയങ്ങളിലെല്ലാം നേതൃത്വ നിരയിൽ നിന്ന ലീഡേഴ്സ് ഒത്തിരി പേരാണ്. ഒരു കാലത്ത് ഏറ്റവും സമുന്നതനായ രീതിയിൽ ലീഡർഷിപ്പ് കൊടുത്തൊരു ഭക്തനാണ് റിച്ചാർഡ് വൂംബ്രാൻഡ്. റുമേനിയൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് തന്നെയും തൻ്റെ ഭാര്യയും തൻ്റെ കൂടെയുള്ള സഭാ ശുശ്രൂഷകന്മാരെയും ജയിലിൽ അടച്ചു. ക്രിസ്ത്യാനികളെ കൊണ്ടവർ ജയിൽ നിറച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഒരു റൊട്ടി കഷണം മാത്രം അവർക്ക് കഴിക്കാൻ കൊടുക്കും. വീക്ക്ലി വൺസ്. 10 പീസല്ല, 1 പീസ്. റിച്ചാർഡ് വൂംബ്രാൻഡിനെ ജയിലറയ്ക്കകത്തിട്ട് സ്കിന്ന് വലിച്ചൂരുമായിരുന്നു. ഒരു സേഫ്റ്റി പിൻ കൊണ്ടാൽ നമുക്ക് വേദനിക്കുമെങ്കിൽ ജീവനോടെ തൊലി വലിച്ചു ഉരിയുമ്പോൾ ആ ഭക്തന്റെ വേദന വാക്കുകൾക്കപ്പുറമാണ്.
അലറി വിളിച്ച് കരയുന്ന ആ ഭർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പുറത്തെ സെല്ലാറി കിടക്കുന്ന ഭാര്യയ്ക്കറിയാം ഭർത്താവ് മരിച്ചിട്ടില്ല. തൻ്റെ ഭാര്യ ആ സെല്ലിനകത്തിട്ട് പട്ടാളക്കാർ ഉപദ്രവിക്കുമ്പോൾ എൻ്റെ ഭാര്യ അവർ എങ്ങനെ ഉപദ്രവിച്ചു എന്ന് എഴുതുവാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ കൈക്ക് ബലം പോരാ എന്നാ താൻ എഴുതിയേ. അലറിക്കരയുന്ന ഭാര്യയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭർത്താവിനറിയാം ഭാര്യ മരിച്ചിട്ടില്ല. ഇങ്ങനെയായിരുന്നു അവർ ക്രിസ്ത്യാനിറ്റിയെ നോക്കിയത്. അവർ പൊന്നുപോലെ നോക്കിയ ക്രിസ്തു സഭയെ ഈ തലമുറയിൽ എൻ്റെയും നിങ്ങളുടെയും കൈ തന്നിരിക്കുക. ഇഷ്ടമുള്ള പോലെ ഇട്ട് അമ്മാനെ വാടരുത്, രാഷ്ട്രീയം കളിക്കരുത്, ഇതിൻ്റെ അകത്ത് കുതികാലി ചവിട്ടരുത്. കസേര കളിക്കുള്ളതല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ജീവൻ വെച്ച ഭക്തന്മാർ കാത്തു സൂക്ഷിച്ച് ഈ തലമുറയുടെ കയ്യിൽ തന്നെങ്കിൽ ഈ പാറ്റേൺ കേടുകൂടാതെ തീ അണയാതെ അടുത്ത തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കരുത്തുള്ളവരുണ്ട്. അവരാ സ്തുതിക്കേണ്ട ദൈവത്തിന്. ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു റൊട്ടി കഷണം, റിച്ചാർഡ് ബൂംബ്രാൻഡിന്റെ ബ്രദർ ഈ റൊട്ടി കഷണത്തിന്റെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് റിച്ചാർഡ് ബൂംബ്രാൻഡിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇത് ഈ ആഴ്ചത്തെ എൻ്റെ ദശാംശമാണ്. എന്താ അല്ലേ? യേശു മോറെ മോഹേ തൂ ബതാ കൈസേ ജീയൂംഗാ തോരെ ബിനാ धोखा देती है जिंदगी तुझ में मिलती है मुझको पना. ആ നന്മയൊന്ന് കൈപ്പിടിച്ച് കർത്താവേ, ഈ ഓഫറിങ് അവർ സന്തോഷത്തോടെ ഇടുക. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരാളും അവർ കടന്ന് മടിയിൽ കൊടുക്കണം. അവരുടെ പാനപാത്രം നിറഞ്ഞ് കവിയാണ്. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഓഫറിംഗ് എടുക്കാനുള്ള വോളണ്ടിയേഴ്സും ഓഫറിംഗ് എടുക്കുക. ഇടുന്നവരെല്ലാം അന്യഭാഷകൾ പറഞ്ഞുകൊണ്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ഈ ഓഫറിംഗ് എടുക്കുക. ഒത്തിരി മിഷൻ വർക്ക് ചെയ്യുന്ന ഒരു ലീഡറാണല്ലോ കർത്താവിൻ്റെ ദാസൻ. എനിക്കറിയാം, മിഷൻ ചെയ്യുന്നവരുടെ പേഴ്സ് നിറയുന്നത് പോലെ തന്നെ ഖാലിയായിക്കൊണ്ടേയിരിക്കും. അവരുടെ അകത്തുള്ള ഫെയ്ത്താണ് ഒരു മിഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഞാനും ഭാരതത്തിൽ ഒരു മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് എന്നെപ്പോലെ തന്നെ വേല ചെയ്യുന്നവരാണ് മറ്റുള്ളവരുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് അഭിമാനത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്താണ്. യേശു മോരെ മോഹേ തൂ ബതാ कैसे जीऊंगा तोरे बिना धोखा देती है जिंदगी तुझ में मिलती है मुझको पना. यीशु मोरे मोहे तू बता कैसे जीऊंगा तोरे बिना धोखा देती है जिंदगी तुझ में मिलती है मुझको पना. यीशु मोरे मोहे तो बता कैसे जीऊंगा तोरे बिना धोखा देती है जिंदगी तुझ में मिलती है मुझको पना. यीशु मोरे मोहे तो बता कैसे जीऊंगा तोरे बिना धोखा देती है जिंदगी तुझ में मिलती है मुझको पना. यीशु मोरे
कैसे जियूंगा तेरे बिना, धोखा देती है जिंदगी, तुझ में मिलती है मुझको पनाह। यीशु मोरे मोहे तू बता, कैसे जियूंगा तेरे बिना, धोखा देती है जिंदगी, तुझ में मिलती है मुझको पनाह। Come on, यीशु मोरे मोहे तू बता, कैसे जियूंगा तेरे बिना, धोखा देती है जिंदगी, तुझ में मिलती है मुझको पनाह। यीशु मोरे मोहे तू बता, कैसे जियूंगा तेरे बिना, धोखा देती है जिंदगी, तुझ में मिलती है मुझको पनाह। यीशु मोरे मोहे तू बता, कैसे जियूंगा तेरे बिना, धोखा देती है जिंदगी, तुझ में मिलती है मुझको पनाह। बोलो यीशु मसीह की। Come on, बोलो यीशु मसीह की। Please be seated. Hallelujah. നിങ്ങൾക്കറിയുമോ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ലാസ്റ്റ് 10 years, കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡ നടന്ന വർഷമാണ്. ക്രിസ്ത്യാനികളെല്ലാം ഇത് അറിഞ്ഞോണം. കേരളത്തിലെ സിസ്റ്റമല്ല, ഉത്തരേന്ത്യയിൽ ഒത്തിരി ദൈവദാസൻ. നിങ്ങൾക്കറിയോ ബീഹാറിൽ ഉപദ്രവിക്കപ്പെട്ട സണ്ണി എന്നു പേരുള്ളൊരു ദൈവദാസനെ നിങ്ങൾക്കറിയുമോ? വർഷങ്ങൾ ബീഹാറിൽ സുവിശേഷ വേല ചെയ്തൊരു ദൈവദാസൻ കുടുംബം ശുശ്രൂഷ കഴിഞ്ഞ് ബൈക്കിൽ വരുമ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് ചേർന്ന് തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു. തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ അവർ തലങ്ങും വിലങ്ങും തല്ലി. 3/4 കിലോമീറ്റർ തല്ലി അവർ ഓടിച്ചു. അടികൊണ്ട് താൻ അവശനായിപ്പോയി. അടികൊള്ളുമ്പം ഭാര്യ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് വട്ടം പിടിച്ച് കൈകൂപ്പി അടിക്കല്ലേ എന്ന് ആജ്ഞാപിക്കുമ്പോൾ അവർ ആ സ്ത്രീയെ ഉപദ്രവിച്ചു. ഇതാ നമ്മുടെ ഭാരതം, മറന്നു പോകരുത്. ഛത്തീസ്ഗഡിൻ്റെ ഗ്രാമത്തിൽ കർത്തൃവേലയിലായിരുന്നൊരു മലയാളി ദൈവദാസൻ അർദ്ധരാത്രി ഒരു ടെലിഫോൺ കോൾ തനിക്ക് വന്നു. പാസ്റ്റർ, ഞാൻ ഇന്ന ഗ്രാമത്തിൽ നിന്ന് വിളിക്കുന്ന വിശ്വാസിയാ, ഹിന്ദിയിൽ പറഞ്ഞു. ചോദിച്ചു, എന്ത് പറ്റി ഈ രാത്രി? എനിക്ക് ശാരീരികമായിട്ട് തീർത്ത് വയ്യ, പാസ്റ്റർ എൻ്റെ അടുക്കൽ വരുമോ ഒന്ന് പ്രാർത്ഥിക്കാൻ? ഞാൻ വരാം എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് ഭാര്യയും മക്കളും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു പാസ്റ്റർ റെഡിയായി സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പം ഭാര്യ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ട് പോവുക? ഇന്ന ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസി വിളിച്ചു, വയ്യ, പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാനും വരട്ടെ. പറഞ്ഞു, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. സൈക്കിൾ ചവിട്ടി നേരെ ചെന്നൊരു തോടുണ്ട്. ആ തോടിൻ്റെ കുറുകെ ഒരു ഒറ്റ തടി കുറുകെ ഇട്ടിരിക്കുന്നു പാലം. സൈക്കിൾ ഇപ്പുറം വെച്ചിട്ട് നടന്ന് അക്കരെ എത്തി ഗ്രാമത്തിൽ കയറി. പോയ ഭർത്താവ് രാവിലെ വന്നില്ല, ഉച്ചയായിട്ടും വന്നില്ല. തപ്പി ഇറങ്ങിയ ഭാര്യ ഈ തടിപ്പാലത്തിൻ്റെ ഇപ്പുറത്ത് ചെന്നപ്പോൾ സൈക്കിൾ അവിടെ ഇരിക്കുന്നു. മനസ്സിലായി ആ ഗ്രാമത്തിലുണ്ട്. നേരെ അവിടെ ചെന്ന് വിശ്വാസികളോട് ചോദിച്ചു, പാസ്റ്റർജി ഇവിടെ വന്നു, രാത്രി അർദ്ധരാത്രി കോള് വന്നല്ലോ, ആരാ വയ്യാതെ കിടന്നേ? പാസ്റ്റർജിയെ കണ്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഇവിടെ ആരും വയ്യാതിരിക്കുന്നില്ല, എല്ലാവരും ഓക്കെയാണ്. അയ്യോ, അപ്പോൾ പാസ്റ്ററിനെ വിളിച്ചത്? അതെ, ഒരു വിശ്വാസിയുടെ പേര് പറഞ്ഞ് ശബ്ദം മാറ്റി ജയ്മസിയൊക്കെ പറഞ്ഞ് വേഷം മാറി വിളിച്ച ഒരു പൈശാചിക മനുഷ്യൻ വിളിച്ചു വരുത്തി. എതിലേ പോയെന്നറിയില്ല. അലഞ്ഞലഞ്ഞ് നടന്നിട്ട് കാണാതെ ഭാര്യയും കുഞ്ഞുങ്ങളും അലറിക്കരയുമ്പോൾ ഒരു ദിവസം ഈ തടിപ്പാലത്തിൻ്റെ മുകളിൽ കൂടി ഭാര്യ വരുമ്പം താഴെക്കൂടെ ഒരു ജഡം ഒഴുകിപ്പോകുന്നു. ചാടി ഇറങ്ങി തിരിച്ചിട്ട് നോക്കിയപ്പോൾ സ്വന്തം ഭർത്താവാണ് ഒഴുകിപ്പോയത്.
ഇതാണ് നമ്മുടെ ഭാരതം. ദയവ് ചെയ്ത് ക്രിസ്ത്യാനി ഇത് മറക്കരുത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇന്ത്യയിലെ ഉപദ്രവങ്ങളെ ഉണർവ് കീഴടക്കാൻ പോകുകയാ. അലറി വിളിച്ചൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഉണർവിനെ ഉപദ്രവം കീഴടക്കില്ല, പക്ഷേ ഉപദ്രവങ്ങളെ കീഴടക്കിക്കൊണ്ട് ഒരു റിവൈവൽ ഉയരാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവസഭയിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. 15-ാം അധ്യായം 35-ാം വാക്യത്തിൽ രണ്ടാമത്തെ ഓട്ടം ഓടിത്തികയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ക്രിസ്തു ഭക്തൻ 18-22 രണ്ടാമത്തെ പാർട്ടും ഓടിത്തികച്ചു. 18-23 മൂന്നാമത്തെ ഭാഗം ഓടി ആരംഭിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവർത്തികളുടെ സമാപന സമയം വരുമ്പോൾ വിജാതീയനായ ത്രോഫിമോസിനെ യെരൂശലേമിൽ കൊണ്ടുവന്നതിനാൽ വിജാതീയനെ ശുദ്ധരക്തമുള്ള യഹൂദൻ്റെ ആലയത്തിൽ കയറ്റി എന്ന് പറഞ്ഞ് പുരുഷാരം ഇളകി പൗലൂസിനെ പിടിച്ചുപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം സഹിച്ച് തഴമ്പിച്ച ഒരു ദൈവമനുഷ്യൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയുടെ സെക്കൻഡ് ഫൗണ്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചരിത്രത്തിലെ ഒരു അപ്പോസ്തലൻ, പേര് പൗലോസ്. പറഞ്ഞു നിർത്തുന്നില്ല, ഞാൻ പ്രവചിച്ചു തുടങ്ങട്ടെ. ഇതിൻ്റെ അകത്തുണ്ട് ചില അപ്പോസ്തലന്മാർ, ചില പ്രവാചകന്മാർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാൻ വയ്യാത്ത ചിലർ തിരുവനന്തപുരത്തുണ്ടെന്നേ. നിങ്ങൾക്കറിയാൻ വയ്യാത്ത ചിലർ ഈ ഹോളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിടിച്ചു കെട്ടി അടിക്കാൻ ആരംഭിച്ചു. സഹസ്രാധിപൻ അറിവ് കിട്ടി. സഹസ്രാധിപൻ ഓടി വന്നു, 2 ചങ്ങല വെക്കുവാൻ കൽപ്പിച്ചു. പൗലൂസ് എന്ന വയസ്സനെ, ഫിലെമോൻ്റെ ലേഖനത്തിൽ അങ്ങനെ വയസ്സൻ 2 ചങ്ങല വെപ്പിച്ചു. 2 ചങ്ങല വെപ്പിച്ചതിന് ശേഷം തന്നെ എടുത്തുകൊണ്ടുപോയി പട്ടാളക്കാർ. കാര്യം പുരുഷാരം ഇളകി വന്നാൽ കൊന്നുകളയും. അഹമൻ കോട്ടയ്ക്കകത്ത് കയറ്റി വാതിലടച്ചു. പിന്നങ്ങോട്ട് രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ്. ഫെലിക്സിൻ്റെയും ഫെസ്തോസിൻ്റെയും ദ്രുസില്ലയുടെയും ബെർണിക്കയുടെയും അഗ്രിപ്പാവിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് കയ്യിൽ ചങ്ങലയിട്ടുകൊണ്ട് ചങ്ങല ധരിച്ച സ്ഥാനാപതി. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാ? ചങ്ങല ധരിച്ച സ്ഥാനാപതി. കയ്യിലിങ്ങനെ ചങ്ങല ഇട്ടുകൊണ്ട് ഫെലിക്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ഫെസ്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ചങ്ങല ഇട്ടുകൊണ്ട് വിഷണ്ണ മനസ്സനായിട്ടല്ല നിൽക്കുന്നത്. ലോർഡ്, ഈ ചങ്ങലയൊന്ന് പൊട്ടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടൊന്നുമല്ല നിൽക്കുന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതമാ, ചങ്ങല ഇട്ടുകൊണ്ട് മുഖം പാടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ക്രിസ്ത്യാനി. മെസ്സേജ് അങ്ങോട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്രിപ്പാവ് ചോദിച്ചു, ഈ മെസ്സേജിൻ്റെ റൂട്ട് പോകുന്നത് കണ്ടിട്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടിയുള്ള ഇടപാടാണെന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞ ഉടനെ പൗലൂസ് ചങ്ങലയുള്ള കൈ അങ്ങോട്ട് കൂപ്പി, സാറ് ക്ഷമിക്കണം സാറേ, ഞാൻ ഇച്ചിരി ആവേശമുള്ളത് കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ, ആവർത്തിക്കില്ല സാറേ എന്ന് പറയാൻ പൗലൂസിനെ കിട്ടുകയില്ല. പൗലൂസ് പറഞ്ഞു യെസ്. പൗലോസ് പറയുന്നത് എന്താ? നീ മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന സകലരും ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാ. തീ പോലെയാണ് വാക്ക് തൊടുത്തുവിടുന്നത്. നീ മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന സകലര് ഈ ചങ്ങല ഒഴികെ അപ്പോസ്തലനാകണം, വിശ്വാസിയാകണമെന്നല്ല, എന്നെ പോലെ ആകണം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുന്നു. യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട് സത്യ, വേലക്കാരോ ചുരുക്ക. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് വേലയ്ക്ക് വേണ്ടി കൊയ്ത്തുകാരെ അയക്കേണ്ടതിനായി അപേക്ഷിപ്പി. കൊയ്ത്തുകാർ എഴുന്നേക്കാൻ പോവാ. തിരുവനന്തപുരംകാരോടൊരു ഗുഡ് ന്യൂസ് പറയാം. ഞാൻ ഇന്ത്യയുടെ 28 സ്റ്റേറ്റിലും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ 28 സ്റ്റേറ്റിലും ഞാൻ താമസിച്ചിട്ടുണ്ട്, പാർത്തിട്ടുണ്ട്. ഞാൻ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും തിരുവനന്തപുരത്തുള്ള ഒരാളെ കണ്ടിരിക്കും. ഒരാളെ, തിരുവനന്തപുരം ജില്ലയിലെ ഒരാളെ ഞാൻ കണ്ടിരിക്കും. കാര്യം, ഇതുപോലെ മിഷൻ ചെയ്യാൻ ഈ ജില്ലയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരു ഗണമുണ്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ.
രാജാക്കന്മാരുടെ മുമ്പിൽ രാജകീയ അഭിഷേകത്തോടെ യേശുവിനെ പറഞ്ഞിട്ട് അവസാനം കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ട് താൻ റോമിലേക്ക് പോകുക. അവിടെ വെച്ചാൽ ഈ ലേഖനം എഴുതുന്നത്. 2 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. അദ്രിയാക്കടലിൽ അദ്രമുത്തിയ കപ്പലും അലക്സാന്ദ്രിയ കപ്പലും വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആ അദ്രിയാക്കടലിൽ കൂടി യാത്ര ചെയ്ത് റോമിലേക്ക് പോയ വഴി തമ്പുരാൻ ആ പടക്, ആ ഷിപ്പ് മെലീത്തായുടെ മണ്ണിൽ ഇടിച്ചങ്ങ് തകർത്തു. എന്ന് വെച്ചാൽ 3 മന്ത്സ് ഇവിടെ എൻ്റെ സഭയുടെ വിത്ത് ഇട്ടിട്ട് പോയാൽ മതി. പൗലൂസിന് അവിടെ പോകാൻ വഴിയില്ല. ക്യാപ്റ്റൻ മാലുമി മീൻസ് കപ്പൽ ഉടമസ്ഥന് ആ റൂട്ടൊന്നുമില്ല. പക്ഷെ കൊണ്ടുപോകുന്ന കാറ്റിന് ആ റൂട്ടുണ്ട്. കാറ്റിൻ്റെ റൂട്ടിൽ പായുന്ന ചിലർ എഴുന്നേക്കാൻ പോവാ. ക്യാപ്റ്റൻ്റെ റൂട്ടിലല്ല, കാറ്റിൻ്റെ റൂട്ടിൽ. കപ്പൽ ഉടമസ്ഥൻ്റെ റൂട്ടിലല്ല, കാറ്റിൻ്റെ ഏത് കാറ്റാണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2:2 പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായ ആത്മാവിൻ്റെ കാറ്റിൽ ഓടുന്ന ചിലരെ ദൈവാത്മാവ് നിയോഗിക്കാൻ പോകുകയാ. മാസം മാൾട്ടയിലെ വേലയെല്ലാം കഴിഞ്ഞ് അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ റോമിലേക്ക് എത്തിപ്പെടുന്നു എന്ന് പറഞ്ഞാണ് 28 അധ്യായം തീരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2 വർഷം വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് വചനം പ്രസംഗിച്ചെന്ന്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയുടെ ബാക്കി അറിയണേ 2 തിമോത്തി വായിക്കണം. 2 തിമോത്തിയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനം. അവിടെ ഇരുന്ന കാരാഗൃഹത്തിലിരുന്ന് പോൾ കുത്തിക്കുറിക്കുക, ഞാനേ ഇപ്പം പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോവുക. എന്ന് വെച്ചാൽ ഞാൻ രക്തസാക്ഷിയാകാൻ പോവുക. ഈ ചുരുള് ഞാൻ തിഹിക്കോസിൻ്റെ കയ്യിൽ കൊടുത്തു വിടുക. 4:12 തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയക്കുന്നു. അപ്പോഴേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗത്തിൽ വരണം. 4:9 വേഗത്തിൽ എൻ്റെ അടുത്ത് വരണം. 6-ാം വാക്യം ഞാൻ രക്തസാക്ഷിയാകാൻ പോവുക. 9-ാം വാക്യം പെട്ടെന്ന് വരണം. ചേർത്ത് വായിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണം. അപ്പം മകനോട് പറയുക, ആത്മീയ പിതാവ് നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുക, നിന്നെ ഒന്ന് കാണണം. കാര്യം ഫിലിപ്പ് ലേഖനം 2:19, 20, 21 ലൈക്ക് മൈൻഡഡ്, എൻ്റെ അതേ മനസ്സുള്ള ഒരു അപ്പോസ്തലൻ തിമോത്തി മാത്രമേ ഉള്ളൂ. ഈ ജില്ലയെ ഞാൻ ബ്ലസ് ചെയ്യുക. ഒത്തിരി തിമോത്തിമാർ ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കട്ടെ. അവസാനത്തെ പദം ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. നീ വരുമ്പോൾ വെറുതെ ഇങ്ങോട്ട് വരരുത്. ത്രോവാസിൽ കർപ്പൂസിൻ്റെ പക്കം ഞാൻ വെച്ചേച്ച് പോകുന്ന ബ്ലാങ്കറ്റ് ഉണ്ട്. ശൈത്യമാണ്, ഭയങ്കര ശൈത്യമാണ്. തണുപ്പിനെ ജയിക്കാനുള്ള വഴി അതേ ഉള്ളൂ. നീ കൊണ്ടുവന്നേക്കണം. ഞാൻ ത്രോവാസിൽ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ എഴുതിയ കുറച്ച് പുസ്തകമുണ്ട്, അത് എടുത്തുകൊണ്ട് പോരണം. പിന്നെ കുറച്ച് ചർമ്മലിഖിതമുണ്ട്, അതും കൂടി എടുത്തുകൊണ്ട് പോകണം. ഈ 3 കാര്യമാണ് താൻ പറയുന്നത്. തണുപ്പ് ഇത്രയും വയസ്സനായൊരു മനുഷ്യൻ സഹിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് മറന്നു വെച്ചതല്ല, മനസ്സോടെ വെച്ചതാ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു തണുപ്പും കൂടുതലാണെന്നും പറഞ്ഞ് ഒരു വേലക്കാരൻ വേല വിട്ടു പോകണ്ട. എൻ്റെ പുതപ്പ് പുതച്ച് വേല ചെയ്തോട്ടെ. അല്ല പൗലോസേ, അപ്പം നിനക്ക് തണുപ്പ്? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം, ഞാനെല്ലാം ശീലിച്ചിട്ടുണ്ട്. തണുപ്പ് ശീലിച്ചു, ചൂട് ശീലിച്ചു, ഇല്ലായ്മയിലും ഉള്ള പോലെ ജീവിക്കാൻ ശീലിച്ചു, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ശീലിച്ചു. ഒരു രാപ്പകൽ വെള്ളത്തിൽ ചെലവഴിച്ചു. 24 hours ഞാൻ വെള്ളത്തിൽ കടന്നു. ഇതെല്ലാം ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ പണി ശീലിച്ചവർക്കുള്ളതാ. ശീലിച്ചവർക്കേ ഈ പണി ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ശീലിപ്പിച്ചത് ദൈവമാണ്. എഫ്രൈമിനെ ഞാൻ നടക്കാൻ ശീലിപ്പിച്ചു, ഇസ്രായേലിനെ ഞാൻ പറക്കാൻ ശീലിപ്പിച്ചു, പൗലൂസിനെ ബുദ്ധിമുട്ട് അനുഭവിപ്പാൻ ശീലിപ്പിച്ചു. നമ്മെ ശീലിപ്പിച്ച കർത്താവിനായി സ്തോത്രം. എന്നിട്ട് എഴുതിയ പുസ്തകം കൊണ്ടുവരണം, മറക്കരുത്. പിന്നെ വരുമ്പം ചർമ്മലിഖിതം കൂടി എടുത്തോണം. കാരണം പെട്ടെന്ന് വരാമെങ്കിൽ കുറച്ചും കൂടി ദൂത് എൻ്റെ അകത്തുണ്ട്, അതോടെ എഴുതി തരാം. മരിക്കുന്ന സമയത്തും ദൂത് തീരാത്തൊരു അഭിഷിക്തൻ. ഈ ഒരു അഭിഷേകം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവസാനം വരെ ദൂത് തീരാത്ത ഒരു അപ്പസ്തോലിക പ്രവചന അഭിഷേകം. അങ്ങനെ വാഞ്ചിക്കാൻ പറ്റുന്നവരെല്ലാം ചാടി എഴുന്നേൽക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അവസാനം വരെ ദൂത് തീരാത്ത ഒരു അഭിഷിക്തനായി മാറാൻ.
ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്കായി ഞാൻ 2 മിനിറ്റ് മാറ്റിവെക്കുകയാണ്. ഞാൻ ആ ദൈവദാസന് കൊടുത്ത ബുക്കിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, യു ആർ എ ഡേഞ്ചറസ് പേഴ്സൺ ഇൻ കിങ്ഡം ഓഫ് സാത്താൻ. സാത്താൻ്റെ ലോകത്ത് നീ ഒരു അപകടകാരിയാ, എങ്കിൽ നിന്റെ അഭിഷേകം ഡേഞ്ചറസ് ആണ്. കമോൺ, എത്ര പേർ പറയും അത്? ഇത് പാടാൻ വേണ്ടി മാത്രമുള്ള അഭിഷേകമല്ല, പ്രീച്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അഭിഷേകമല്ല, ഇത് അപകടകാരിയുടെ അഭിഷേകമാണ്. ഈ അഭിഷേകമായിട്ട് നീ ചെല്ലുമ്പോൾ 6000 ഭൂതം ഇളകിയതുപോലെ ഇങ്ങനെ ഒരു ആത്മതലത്തിൽ നിൽക്കാൻ കൃപയുള്ള ദൈവമക്കളെല്ലാം ഒന്ന് കര ഉയർത്തി പിടിച്ചാട്ടെ, പ്രാർത്ഥിക്കാൻ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്.